ത്രികോണ പോരാട്ടത്തിന്റെ വേദിയാണ് തിരുവല്ല. ഇത്തവണ അങ്ങനെ പതിവിൽ കൂടുതൽ ശ്രദ്ധ നേടിയൊരു മണ്ഡലമായി തിരുവല്ല മാറിയിട്ടുണ്ട്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് ശ്രദ്ധ നേടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതനായ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അജു അലക്സ്. അജു അലക്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ മുഖത്തേക്ക് പോയാൽ മനസ്സിലാകുമായിരിക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെ താരമായ ചെകുത്താൻ. എന്താണ് പെട്ടെന്നൊരു മത്സരം എന്നൊക്കെയുള്ള ചിന്ത? മത്സരം എന്നുള്ള ചിന്ത വന്നത് പെട്ടെന്ന് തന്നെയാണ്. അങ്ങനെ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് പോയി നോമിനേഷന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അന്ന് എനിക്ക് പിന്താങ്ങാൻ ആളെ കിട്ടിയില്ല. ഞാൻ റാന്നിയിലാണ് ശ്രമിച്ചത്. ഈ പ്രാവശ്യം തിരുവല്ല എടുക്കാൻ കാര്യം ഞാൻ ഇവിടുത്തുകാരനാണ്. ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ആർക്ക് വേണേൽ പിന്താങ്ങാം. ഇഷ്ടംപോലെ ആൾക്കാർ പിന്താങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് നോമിനേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാൻഡിഡേറ്റ് ആവാൻ പറ്റി. ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പഠിക്കാൻ പറ്റി. ഇതെങ്ങനെയാണ് ഇത് നടത്തുന്നതെന്നൊക്കെ അറിയാൻ പറ്റിയില്ല. പുറത്തു നിന്ന് അറിയാൻ വലിയ പാടാണ്. പിന്നെ എന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഐഡിയയും ഒരു കൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് സിസ്റ്റം മാറ്റാൻ പറ്റും. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ, ഞാനൊരു ചാരിറ്റിക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആദ്യം വെബ്സൈറ്റായിരുന്നു. അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് റേസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് നടത്തി കാണിച്ച്. അപ്പോൾ അതൊരു പബ്ലിക്കിൻ്റെ ഫണ്ട് എടുത്ത് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അതിന് കമ്പൽസറി ആയിട്ട് ഇങ്ങനെ തന്നെ വേണ്ടതാണ്. അപ്പോൾ എനിക്കൊരു ടെക്നിക്കലി ഇപ്പോൾ അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, നമുക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാ ട്രസ്റ്റുകളും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ ആർക്കും പൈസ തട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് പക്ഷെ ആരും എടുത്ത് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം ഒന്ന്. പിന്നെ നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഇതൊരു മാൻഡേറ്ററി സാധനമാണ്, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ട്രസ്റ്റ് നടത്താൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം വന്നാൽ ആ പ്രശ്നം തീർന്നു. അതായത് ഒരു സുതാര്യതയാണ് അതിൽ. അതെ അതെ, അങ്ങനെ തീർന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഗവൺമെന്റ് സിസ്റ്റം, ഇപ്പം നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം സീക്രസി വേണ്ടതൊന്നും നമ്മൾ മാറ്റാൻ പറ്റത്തില്ല. അല്ലാതെ ഒരു എന്താ പറയണ്ടോ, പബ്ലിക്കായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഓരോരുത്തർ ആവശ്യങ്ങൾ വേണേലും ട്രാക്ക് ചെയ്ത് നാട്ടുകാർക്കെല്ലാം കാണുകയും ഒരു സൊമാറ്റോ വീട്ടിൽ കൊണ്ട് തരുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനമുണ്ട്. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. കറപ്ഷൻ നമുക്ക് സീറോ ആക്കാൻ പറ്റും. കറപ്ഷൻ സീറോ ആണ് ട്രാൻസ്പെറൻസിയിൽ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അതും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിനൊരു പ്രത്യേക ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല. പിന്നെന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി എന്ന് പറയാം. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും അങ്ങോട്ട്, ഇത് എല്ലാവരുടെയും കൂടെ കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്വം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനാണ് ഇതങ്ങ് പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് അങ്ങനെ വന്ന് അവിടെ അതേ സ്ഥലത്ത് നിന്ന് പറയുന്നു, ചെയ്യുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാനിതങ്ങ് ചെയ്ത് കാണിക്കും. അത്രേ ഉള്ളൂ. ഇതല്ലേ ചെയ്യേണ്ട, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നത്തെ പുറത്ത് നിന്ന് അവിടെ ഇവിടെ നിന്ന് അത് ഇത് എന്ന് പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. ഞാൻ ചാരിറ്റി കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ആ സൊല്യൂഷൻ അങ്ങ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. എവിടെയെങ്കിലും ചെയ്ത് കാണിച്ചാൽ മതി, മനസ്സിലായോ. പക്ഷേ അങ്ങനെ ചെയ്യാനോ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യാനോ ആൾക്കാർ ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങ് ഇറങ്ങി വന്ന് ഞാൻ തന്നെ ഇത് ചെയ്ത് കാണിക്കാന്നുള്ളൊരു ചലഞ്ച് പോലെ. അതെല്ലാവർക്കും ചലഞ്ചാണ്. അതായത് ഒരു പബ്ലിസിറ്റിയോ പോപ്പുലാരിറ്റിയോ തമാശയോ ഒന്നും അല്ല, വളരെ സീരിയസ് ആണ് വിഷയം. അത്രേ ഉള്ളൂ. പബ്ലിസിറ്റിക്കും ഇതൊന്നും എനിക്ക് വേണ്ട. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്നതൊക്കെയാണ്, ഏത് രീതിയിലാണേലും. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്നല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ അതുകൊണ്ടാണ് മറ്റേത് ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമല്ലേ, എല്ലാവർക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. അപ്പം ഞാനായിട്ട് ചെയ്യാതിരിക്കുന്നത് എന്നോടും ആ ബാക്കി ആരോടാണോ എല്ലാവരോടും ചെയ്യുന്നൊരു തെറ്റുപോലെ എനിക്ക് തോന്നുള്ളൂ, ഇത് ചെയ്യാതിരുന്നാൽ. ഇതിനെന്ത് നടപ്പിലാക്കണം എന്നാണ് അജു പറയുന്നത്? അതായത് ഇപ്പം എയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ എന്തൊക്കെ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരു 10 വർഷം മുമ്പ് നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല. കാരണം ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ല. 5G ആയി നിൽക്കുന്നു, ഇപ്പോൾ AI വന്നിരിക്കുന്നു. ഇതൊക്കെ കൂടെ ഒന്ന് നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് ഇടപെട്ടാൽ ഏതെങ്കിലും ഒരു കമ്പനി ഏൽപ്പിച്ചാൽ മതി. ഇത് അത്ര വലിയ ആനപ്പണിയൊന്നുമല്ല. ഒരു ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, അതിലൊരു ആപ്പ് വേണം. ഇനി ആപ്പിലും കൂടിയ സാധനം വരുവാണെങ്കിൽ അതെടുക്കണം. എന്നിട്ട് അപ്പം തൊട്ട് അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ ആവണം, മനസ്സിലായോ. അപ്പോൾ എല്ലാവർക്കും, അതായത് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് വേണ്ടത് എപ്പോഴും. ഇത് ഗവൺമെൻറ്റാണ്, നമ്മുടെ തന്നെ സ്ഥാപനമാണ്, നമ്മുടെ പണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് എന്തൊക്കെ നടന്നു അതിൻ്റെ കൃത്യമായ കണക്ക് കാണണം, തെളിവും കാണണം. അതിപ്പം നടത്താൻ പറ്റും, നേരത്തെ പോലല്ല. അപ്പോൾ ഇന്ന് എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് കേരളത്തിൽ. അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റണം. കണക്ക് കൂട്ടം അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന പരുവത്തിലായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും. മത്സരിക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് മനസ്സിൽ വന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് അതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ശ്രമിച്ചതാണ്. അന്നും എനിക്ക് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ ഇത്രയും നമ്മൾ ഇതാവുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം 5 വർഷത്തിനിടയിലാണല്ലോ ഭയങ്കര അഡ്വാൻസ്മെന്റ് ഉണ്ടായില്ലേ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിപ്പോൾ. നമുക്ക് വേണമെങ്കിൽ ഒരു 2 വർഷത്തെ പ്രൊജക്റ്റേ കാണത്തുള്ളൂ ഇത്.
ഈ പരിപാടികളിൽ ഒരുപാട് ഓഫീസുകൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പുറത്ത് കാണിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന 100% ഇത് വരുന്നത്. ഇത് എന്താ പറയുക, കറപ്ഷൻ സീറോ ആവും. ഈ അനാസ്ഥ എന്ന് പറയുന്ന സാധനങ്ങൾ പോലും നടക്കത്തില്ല. കാരണം ആർക്കും ഒരു ഡിലേ ചെയ്യാൻ പറ്റത്തില്ല, ടൈം ടു ടൈം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ KSRTC ബസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല, പൊതുജനത്തിന് അറിയത്തില്ല. നമ്മുടെ പൈസയ്ക്ക് കുറേ സാധനം മേടിക്കാൻ ഒരാൾ ഏർപ്പാടാക്കിയിട്ട് അവർ എത്ര എണ്ണം മേടിച്ചെന്ന് അറിയത്തില്ലെന്ന് പറയുന്ന പൊതുജനം എന്ത് കഴിച്ചാനോ. അതുകൊണ്ട് ഇത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വിശ്വസിക്കുന്നത്? എങ്ങനെ ഈ നഷ്ടത്തിലാകുന്നു നമ്മളെന്തിനാണ് വിശ്വസിക്കുന്നത്? അതായാലും മുക്കിയതാണെങ്കിലോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് പറയുന്ന കാര്യങ്ങൾ കണക്കില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര തെളിവുകൾ അപ്പോൾ കിട്ടണം. അല്ലാതെ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് വരുന്നതിനകത്ത് എന്താണല്ലോ ഒരു ഒറ്റ ക്ലിക്കിലെല്ലാം ക്ലിക്ക് എന്നല്ല, നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും അതിന്റെ റിപ്പോർട്ട് കാണണം. നമുക്കിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ട്രാൻസ്പെറന്റ് ആക്കി വെച്ചേക്കുന്നതിനകത്ത് നോക്കുമ്പോൾ അതായത് റിപ്പോർട്ട് കാണണം. പിന്നെ ഞാൻ വേണേൽ ഒരു എന്താ പറയണ്ടേ, സിമ്പിളായിട്ട് വേറെ കാര്യം പറയാം. നമ്മുടെ ഈ സിസ്റ്റം വരുമ്പോൾ ഉള്ള പ്രത്യേകത, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കണമെന്നോ കറക്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അതൊരിക്കലും നടന്നിട്ടില്ല. സാധാരണക്കാരനത് നടക്കത്തേ ഇല്ല. അതേസമയം ഇങ്ങനൊരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ റോഡ് കുഴിയാകുമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ക്വാളിറ്റി എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കും, ഒരു വണ്ടി വന്ന് ഇടിച്ചൊരു പോസ്റ്റ് മറിച്ചാൽ അത് അവിടെ ഹൈലൈറ്റ് ആവും. അവിടെ നിൽക്കുന്ന ആരെടുത്ത് അപ്ഡേറ്റ് ചെയ്താലും അത്ര നേരം കൊണ്ട് ഈ പറഞ്ഞ KSEB ആരാണോ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അവരത് കറക്റ്റ് ചെയ്യുന്നിടം വരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മുടെ ഫോണിൽ തന്നെ കാണുവാണെങ്കിൽ അത്ര നന്നായി. എല്ലാവരും അറിയുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ജോലിക്കൊരു സമയമുണ്ട്, അതിനുള്ളിൽ അത് തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സാധനം. ഈ ഇടയ്ക്ക് ഈ സർക്കാർ വന്നപ്പോൾ മുഹമ്മദ് റിയാസ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ റോഡിന്റെ കുഴിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ കുഴി എവിടെയുണ്ടോ നിങ്ങൾക്ക് പടമെടുത്ത് അപ്ലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു സാധാരണക്കാരന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിന്റെ പ്രൊജക്ടിന് എത്ര കോസ്റ്റ് ആയെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു കൊട്ടേഷനും കോൺട്രാക്റ്റും കൺസ്ട്രക്ഷൻ അടക്കം തൊട്ട് അവിടെ വരെയുള്ള സ്ഥലത്തും അഴിമതി നടക്കുന്നുണ്ട്. കാരണം ഏറ്റവും അങ്ങേറ്റത്ത് നിൽക്കുന്നിടത്ത് ഒരു 5 കട്ടയെങ്കിലും അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ. ഇപ്പൊ പച്ചക്കറിയിൽ വിഷം വരുന്നു, അത് നിന്ന് നമ്മൾ അവസാനം ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ അവരൊന്ന് വെട്ടിക്കിട്ടുന്നു. ഇതൊരു ലൂപ്പിൽ പെട്ടേക്കുക, കറപ്ഷന്റെ ലൂപ്പാ. എല്ലാവരും കറപ്റ്റഡ് ആണെന്നുള്ളതല്ലേ, എനിക്കും ഉണ്ടാവും. അപ്പം നമ്മൾ വ്യക്തികളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നതുകൊണ്ടോ ചെയ്യേണ്ട കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനമായിട്ട് ഇറങ്ങി വന്ന് എന്നെ വിശ്വസിക്കണം, എനിക്ക് വോട്ട് ചെയ്യണം, അതൊന്നുമല്ല. ഈ ഒരു രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് വരുമ്പോഴേ ഈ പറഞ്ഞ സാധനമൊക്കെ നിൽക്കത്തുള്ളൂ. അല്ലാതെ ഒരാളെ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നാളെ എൻ്റെ കിളി അങ്ങ് പോയി, ഞാനെന്തോ തലയിൽ വെള്ളയ്ക്ക വീഴുവോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ പിന്നെയും ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഇല്ല, അങ്ങനെ പറ്റുന്നുണ്ട് ഇവിടെ. ആദ്യം വന്നപ്പോൾ എല്ലാവരും നല്ലവരൊക്കെയായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് കറപ്റ്റഡ് ആവുന്നു, കോടീശ്വരന്മാരാകുന്നു. ഇവരുടെ സാലറി വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ഈ മന്ത്രിമാർക്ക് കമ്മീഷൻ കിട്ടുന്ന എന്തൊരു സ്കീം ഉണ്ടോന്ന്. അതൊന്നുമില്ല. പക്ഷെ ഇവരെല്ലാം കോടീശ്വരന്മാരുടെ, ഇവരുടെ സ്വത്തെല്ലാം അങ്ങ് കൂടുക. അങ്ങനെ വരുമ്പോൾ തന്നെ അറിയാമല്ലോ അത് പോയി. പിന്നെ അഴിമതി എന്ന് പറഞ്ഞ രീതിക്ക് കണക്ക് കൂട്ടി നോക്കി ഇതുവരെയുള്ള കോഴ അഴിമതിയും കണക്കെടുത്ത് നോക്കിയ കോടികളാണ്. ഞാൻ ആ കോടി സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നഷ്ടം എൻ്റെ കൂട്ടത്തിൽ ഇവരുണ്ടാക്കുന്നുണ്ട്. ഈ പാലം പൊളിഞ്ഞു വീണു, അതെന്ത് അനാസ്ഥയാണ് ആ സാധനത്തിനകത്ത്. അങ്ങനെ പൊളിയരുത്. അല്ലെ എന്ത് കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ മോശമാണ്. റോഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പാലത്തിലൊക്കെ ഗുഡു 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 ഇങ്ങനെ ലോകത്തൊട്ടൊന്നും പാലമില്ല. ഇത് പാലം പണിത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ അറ്റത്ത് വരുമ്പോഴത്തേന് ചാട്ടമാണ്. അതൊക്കെ അവർ ചെയ്യുന്ന പണിയുടെ തെറ്റുകളാണ്. അത് ലോകത്തൊരിടത്തും ഇല്ല. അങ്ങനെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റത്തില്ല. ഞാനും വിദേശത്തൊക്കെ ജോലി ചെയ്തു, യാത്ര ചെയ്തു, എവിടത്തും ഇങ്ങനത്തെ സിസ്റ്റം അല്ല. അവർക്ക് ബെറ്റർ ആണ് അവരുടെ ഗവൺമെന്റ് ഒക്കെ. പക്ഷെ നമ്മുടെ ഇവിടെ കറപ്റ്റഡ് ആയതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ വേണം. ഇപ്പൊ ചാരിറ്റി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആപ്പ് ആരെങ്കിലും ചെയ്യുന്നത്. ഇത് അമേരിക്ക വേണമെന്ന് വെച്ചാൽ അവിടെ അത് വേണ്ടാത്തതുകൊണ്ട് അവരത് ആലോചിക്കാത്ത. അവർക്ക് അത്രയും കറപ്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവിടെ തട്ടിപ്പ് നടക്കുന്നതായിട്ട് കേട്ടില്ലായിരിക്കും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ചാരിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നതും കോടീശ്വരനാവുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കറക്ഷൻ വേണം. ഇവിടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിറങ്ങി നടക്കുന്നവർ അവരും കോടീശ്വരന്മാരാണ്. അപ്പോൾ അവിടെയും കറക്ഷൻ വേണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലോക്കും ലൂപ്പ് ഹോൾസ് അടയ്ക്കലും ഈ ട്രാൻസ്പെറൻസിയും അങ്ങനത്തെ മാനേജ്മെന്റ് സിസ്റ്റം വേണം. പ്രചരണം ഒക്കെ എങ്ങനെയാണ്? പ്രചരണം ഇല്ല. ഞാനങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. അല്ലാതെ ഞാനെന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങി ചെന്ന് എന്റെ പോസ്റ്ററോ പടമോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല. ഇതുപോലെ വോട്ട് ചോദിക്കുന്നില്ല, വോട്ട് ചോദിക്കത്തില്ല. വോട്ട് ചോദിക്കാൻ പാടില്ല ട്രാൻസ്പെറൻസിയിൽ. ഞാൻ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഇലക്ഷൻ ഇല്ലെന്നേ. നാളെ ഒരു ഇലക്ഷന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഈക്വൽ പാർട്ടിസിപ്പേഷനും ഞാൻ പറഞ്ഞില്ല, ഇക്വാളിറ്റി ഏറ്റവും പോസിബിൾ ആകുന്നത് ട്രാൻസ്പെറൻസിയില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈക്വലാ. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സും മാനേജ്മെന്റ് ടീമും ഒക്കെ കാണത്തുള്ളൂ. ഈ പറയുമ്പോൾ അജുവിന്റെ വാക്കെടുത്താൽ ആളുകൾ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ താനെന്തിനാ മത്സരിക്കുന്നതായിരിക്കും, ഇലക്ഷൻ ഇല്ല എന്ന് പറയും. ഈ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി അങ്ങ് ഇരുന്നിട്ട് പിന്നെ എന്നെ ഞാനിപ്പോൾ ഒരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, പിന്നെ ആജീവനാകാലം മുഖ്യമന്ത്രി എന്ന് പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്റെ വില എന്തുവാ? ഞാനും ഇല്ല. നമ്മൾ ഒരു സമൂഹം ഒന്നിച്ചുള്ളൊരു സാധനം ഇത്. എല്ലാവർക്കും അഭിപ്രായം പറയാനുണ്ട്, എല്ലാവർക്കും കറക്റ്റ് ചെയ്യാനുണ്ട്, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. അത് സെയിമാ. അപ്പൊ പിന്നെ പൊസിഷൻസ് ഒന്നും വലിയ ബാധകമാകത്തുന്നില്ല. എല്ലാവരും ഈക്വൽ തന്നെയാണ്. അങ്ങനെ പിന്നെ വേറെ സാധനം ഞാൻ പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് 3 സിലബസ് ആണ്. ഇതുവരെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല.
ഈ 3 സിലബസിലാണ് ഇപ്പോൾ ഡിസ്ക്രിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ICSE, CBSE, കേരള സിലബസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ കേരള സിലബസ് ഒരു ലോ ക്വാളിറ്റി, മറ്റേത് കുറച്ചൊരു ഹൈ ക്വാളിറ്റിയും അതിലും കൂടിയ ആൾക്കാർക്ക് വേറൊരു ക്വാളിറ്റി. അവിടെ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് ഇവിടെ ജാതിയുടെ ഡിസ്ക്രിമിനേഷൻ തെറ്റാതെ. ജാതി കൊണ്ട് ലോകത്ത് വേറൊരിടത്തും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന സാധനം കൊണ്ട് കേരളത്തിന് പുറത്തു പോയാൽ തന്നെ പിന്നെ ജാതിയൊന്നും നോക്കുന്നില്ല ആരും. അവിടെ അയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടോ, അയാൾ എത്ര ക്വാളിഫൈഡ് ആണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് പുറത്തു പോയാലും ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയാലും ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഏതാ പറയുക കോപ്പി അടിക്കുക. ഇപ്പോൾ അംബേദ്കർ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോഴും പലയിടത്തുനിന്നും എടുത്തിട്ടുണ്ടല്ലോ, റെഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളും ഏതെങ്കിലും കൊള്ളാമെന്ന്. ഇപ്പോൾ 49ാം സ്ഥാനത്ത് ഇന്ത്യ കിടക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അല്ല 49, 47 എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാൽ പോലും 140 കോടി ജനത്തിന് ഇത്രയും മണ്ടന്മാരായി ട്രീറ്റ് ചെയ്ത് ലോകത്തോട്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ലോകം നശിപ്പിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് കേരളം പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആണ്, എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നിടത്ത് കോമൺ ആയിട്ട് ഒറ്റ സിസ്റ്റം പാടില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ആരെന്താവുമെന്ന്. ഇതൊരു കുട്ടികൾ ഫ്രഷ് ബ്രെയിനാണ്, അവരെ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പോൾ ഈ നാടൻപട്ടി ട്രെയിൻ ചെയ്താൽ നല്ല ഉഗ്രനായിട്ട് അതും കുറേ കമാൻഡ്സ് എടുക്കുന്നവരാണ്. അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിന് ചിലപ്പോൾ കൂടുതൽ ഐക്യു ഉണ്ടാവും. അങ്ങനെ ഐക്യു ഡിഫറൻസ് ഒക്കെ കാണും. ഒരെണ്ണത്തിന് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ പല വ്യത്യാസങ്ങളാണല്ലോ, എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ അവിടെ നല്ലൊരു ട്രെയിനിങ്ങും നല്ലൊരു എഡ്യൂക്കേഷനും ഉണ്ട്. ചിലപ്പോൾ ഇതിനും ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആരൊക്കെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ നിശ്ചയിച്ച് ഈ ഒരു ഇച്ചിരി ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയതുകൊണ്ട് ഒരു കുട്ടി ഭാവിയിൽ അത് പഠിക്കാൻ മോശക്കാരിയായിരിക്കും എന്നുള്ള ധാരണയിലോ മോശക്കാരനായിരിക്കും എന്നുള്ള ധാരണയിൽ എങ്ങനെ ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ വെച്ചേക്കുന്നത്? അതെങ്ങനെ അത് കൊടുക്കാൻ പറ്റുന്നത്? ഫെസിലിറ്റി ഓക്കെ, AC-യും റിക്ലൈനർ ചെയറും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം, അതിന്റെ ഫീസ് കൊടുക്കാം. പക്ഷെ പുസ്തകം മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായി? അവിടെയൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെയാ ഞാൻ പറയുന്നത്. ഈ ചിഹ്നം എന്താണ് അങ്ങനെ? ആ ചിഹ്നം ബലൂൺ കണ്ടപ്പോൾ അവിടെ ഏറ്റവും നല്ല ചിഹ്നം ബലൂണാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ടുള്ള ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പം മോതിരം ഉണ്ടാകുന്നു, മോതിരമല്ല നെക്ലസ്, അലമാര ഉണ്ടാകുന്നു, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകുന്നു, ക്രിക്കറ്റ് പ്ലെയറിന് വേണ്ട സാധനം ഉണ്ടാകുന്നു, ബലൂൺ ഉണ്ടാകുന്നു, AC ഉണ്ടാകുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ അതിനകത്ത് ബാക്കിയെല്ലാം ഒരു രസമില്ല. പക്ഷെ ബലൂണിനൊരു സംഭവം ഉണ്ട്. ഒരു കുട്ടിയുടെ കൗതുകം ഇപ്പോഴും ബലൂണിനോടുണ്ട്. ബലൂണിനോടല്ല ഞാൻ ഈ ബലൂൺ പോലെയാണ് ഈ ഇലക്ഷനൊക്കെ എന്നെ സംബന്ധിച്ച്. ഈ ഇലക്ഷന് ഊതി വീർപ്പിച്ച് വെക്കുന്നു, ഇത് ഒന്നെങ്കിൽ കുത്തി പൊട്ടിക്കും. ഇനി അഥവാ പൊട്ടിച്ചില്ലെങ്കിൽ അത് നമ്മൾ ഈ ബലൂൺ മേടിച്ചാൽ എങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഊതി വീർപ്പിച്ചു, അത് കുറച്ചു നേരം തട്ടിക്കളിച്ചു, അതിടയ്ക്ക് പൊട്ടിപ്പോയാൽ പൊട്ടി, അത് എടുത്ത് കളഞ്ഞു. വലിയ വേസ്റ്റ് ഒന്നും അല്ല അത്. അതുപോലെ തന്നെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് ബലൂൺ. അത് നിങ്ങൾ പൊട്ടിക്കാണത്തില്ല, പക്ഷെ അതുവഴി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുപോലൊരു ബലൂൺ പോലെ ഇതങ്ങ് തീരും ഈ ഇലക്ഷനും പരിപാടിയൊക്കെ. മനസ്സിലായി? അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി. പിന്നെ വേറെ രീതി നമ്മൾ ആലോചിച്ചപ്പോൾ ഈ ബലൂൺ എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ വെച്ചേക്കുന്നത് ഇപ്പോൾ ഇതുവരെയുള്ള സിസ്റ്റം ഇങ്ങനെയാണ്. ഈ ബലൂൺ പോലെ എന്തോ കാറ്റൂതി ഉറപ്പിച്ച് വെച്ചേക്കുന്ന സാധനം പിടിച്ചോണ്ട് ഇതിനെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ ഉണ്ട്. ഇതിനെല്ലാം താത്വിക അവലോകനം കൂടെ പിന്നീട് ഉണ്ടാക്കി. കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് പലരും ചോദിച്ചു എന്താ ബലൂൺ. ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചതാ, അല്ലാതെ അങ്ങനെ വിചാരിച്ചെടുത്തതല്ല. പക്ഷെ അതിനകത്തൊരു ബലൂണിന് രസം ഉണ്ടാകുന്നു കേട്ടോ. ബലൂൺ മാത്രമല്ല, നമുക്ക് ബലൂൺ വേണമെങ്കിൽ ഒരു 50-100 ബലൂണിന് ഇത്ര രൂപയാകത്തുള്ളൂ. ഞാൻ ആ കാറ്റ് ഊതുന്ന മെഷീനും മേടിച്ചിട്ടുണ്ട്. നാളെ ഒരു ദിവസം കാറിൽ മൊത്തം ബലൂണൊക്കെ വെച്ചിട്ട് ഇതുവഴി നടന്നാലും പബ്ലിസിറ്റി ആയില്ലേ. അല്ല ഞാൻ നെക്ലസ് ഇട്ടുകൊണ്ട് നടന്നാൽ എന്റെ കഴുത്തല്ലേ നെക്ലസ് കാണത്തുള്ളൂ. ഇതാകുമ്പോൾ വണ്ടിയിൽ ഒട്ടിക്കാം, ബൈക്കിൽ ഒട്ടിക്കാം, എവിടെ വേണേലും കൊണ്ടുവെക്കാം. വേണം ദേഹത്ത് മൊത്തം സ്റ്റേപ്പിളർ അടിച്ച് ഫിറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ നിൽക്കാം. അങ്ങനെയൊക്കെ ഒരു സീൻ കൊടുക്കാം. വോട്ട് എത്ര കിട്ടുന്ന ഒരു പ്രതീക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ ആരും വോട്ട് ചോദിച്ചിട്ടില്ല. എന്റെ അങ്ങനെ ഒരു ചോദ്യമൊന്നുമില്ല. ഞാൻ പറയും ഞാൻ മത്സരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം നടക്കുകയൊക്കെ ചെയ്യും. അറിയിക്കണമല്ലോ, ഈ സംഭവം പറയണമല്ലോ, ട്രാൻസ്പെറൻസി ഉണ്ടെന്നൊക്കെ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടതേ ഇപ്പോഴും അയ്യോ അതില്ല എടുത്തില്ല, വീട്ടിൽ വെച്ച് മറന്നുപോയി. ആ സ്ലിപ്പ് എടുത്താൽ കൊടുക്കും. അതിങ്ങനെ വന്നോണ്ടാ എല്ലാം എടുത്തോണ്ട് ഇറങ്ങും. വണ്ടിക്കകത്തല്ലേ കാറിലാണ് വെച്ചേക്കുന്ന സ്ലിപ്പ് എടുത്ത് കൊടുക്കും. അതിനകത്ത് കാണിക്കും ഇന്നലെ ബലൂൺ കൊണ്ട് പടം ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ബോക്സല്ലേ എന്താ ബാലറ്റ് പെട്ടിയോ ആ സാധനത്തെ കുത്തത്തില്ലേ EVM അവിടെ ആ പടം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സാധനം പടം ഉണ്ടാവും. അത് രണ്ടും കറക്റ്റായിട്ട് അത് തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ കൊടുത്ത് അതേ പടം തന്നെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ട് ഈ ആള് വന്ന ആളാണല്ലോ എന്ന് എഴുതി കുത്തുവാണെങ്കിൽ കുത്തട്ടെ. അങ്ങനെ തിരുവല്ലയിൽ എങ്ങനെയുണ്ട് ഇലക്ഷൻ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയൊന്നും പോകുന്നൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ തന്നെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ RDO ഒരു മീറ്റിംഗ് വിളിക്കും, കളക്ടർ ഒരു മീറ്റിംഗ് വിളിക്കും. 2 ദിവസം മീറ്റിങ്ങിന് പോയില്ലെന്ന് പറഞ്ഞാൽ നോട്ടീസ് കിട്ടി, അതേ ഞാൻ അതിൻ്റെ പുറകെ പോകും. പിന്നെ ഈ നമുക്ക് വീഡിയോ AI ഫോട്ടോസ് വെച്ചിട്ടും ഒക്കെ പോസ്റ്റ് ഇടണം. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കണം. പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുതിയ അനുഭവമായിരിക്കും ഈ RDOമാരുടെ മീറ്റിംഗ്. അതൊക്കെ അവിടെ അവരുടെ കാര്യങ്ങൾ അവർ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ പണികളൊക്കെ ഉള്ളു ചെയ്യാനായിട്ട്. ഞാൻ മൊത്തത്തിൽ ഈ ഇതിനകത്ത് കിടന്നുള്ള മെഴുകലേ ഉള്ളൂ, അല്ലാതെ പുറത്തിറങ്ങി ഞാൻ നടക്കുകയും അനൗൺസ്മെന്റ് പോലും ഇല്ല.
ഈ അജുൻ മത്സരിക്കുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ വലിയ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി വന്നു പ്രചരണം നടത്തിയൊരു മണ്ഡലം. പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു എന്താ ഇങ്ങനൊരു പോസ്റ്റ് ഞാൻ കണ്ടു, മലയാള മനോരമയുടെ ഒരു വാർത്ത എന്തോ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കണ്ടോ, കേരളത്തിന്റെ വികസനം തിരുവല്ലയിൽ തുടങ്ങണമെന്ന് പുള്ളി ഇത് അറിഞ്ഞിട്ടുണ്ട്. പുള്ളി അറിഞ്ഞിട്ടുണ്ട്, പുള്ളി അതാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം ഇത് ചെന്നിട്ടുണ്ട്. അപ്പൊ വികസനം തിരുവല്ലയിൽ തുടങ്ങണമെന്ന് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരായി ഇത്ര വെറൈറ്റി വേറെ പറഞ്ഞത്? മനസ്സിലായോ? ഇതിപ്പോ ആര് പറഞ്ഞാൽ എന്താ, നമ്മള് വേണ്ടി പ്രധാനമന്ത്രി വരെ എത്തിയത്. തിരുവല്ലയിൽ എന്ന് പറയുമ്പോ കേരളത്തിൽ എങ്ങും ആരും ട്രാൻസ്പെറന്റ് ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ത്യയെ പറഞ്ഞിട്ടില്ല. ഈ കോൺക്ലേവ് പോലെയുള്ള പുതിയ സംവിധാനമൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ആണോ? എന്നാ അതായിരിക്കും പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് തുടങ്ങാന്ന് അതാ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. ഇവിടെ എന്നാൽ കേരളത്തിൽ എവിടെ എനിക്കൊരു കോമ്പറ്റീറ്ററെ ഞാൻ കാണുന്നില്ല. ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച്, ഒരു ബ്രേക്ക് വേണം. നമുക്ക് ആ ഒരൊറ്റ ബ്രേക്കേ ഉള്ളൂ കേട്ടോ. ഒന്ന് ബ്രേക്കായി നമ്മളിത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഒന്ന് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരാളുടെ ഇത് വേണ്ട, ലീഡർഷിപ്പ് വേണ്ട ഇതിന്. മനസ്സിലായി? അതുകൊണ്ട് ഇതങ്ങ് നിന്ന് എല്ലാവരും ഒന്നിച്ച് അങ്ങ് നടത്തുന്നു. അപ്പൊ ഇത് ശരിക്കും മോഡി വരുമ്പോ എന്നെയാണ് ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോഴേ എടുത്ത് സേവ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ തിരുവല്ലക്കാരെ? ഓട്ടൊക്കെ ചെയ്താൽ മതി. അവര് ഇത്ര കാര്യങ്ങൾ നടന്നിട്ട് മോഡി ഇപ്പൊ ശരിയാ, വേറെ അവര് പാർട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും തിരുവല്ലയിൽ തുടങ്ങണമെന്ന് പറഞ്ഞത് ഇതാണ്. കേരളത്തില് ഭരണമാറ്റം ഉണ്ടാവോ? എന്താണ് തവണത്തെ? എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നേ. ഇതിപ്പോ ഭരണമാറ്റത്തിന് സാധ്യത കുറവാ. അതൊന്നും തുടരാൻ എന്താ വെച്ചാൽ പല കാൻഡിഡേറ്റ്സും വീക്കാ. അപ്പൊ അതുകൊണ്ട് പഴയ ആളെ തന്നെ അങ്ങ് നമ്മൾ എന്താ വേറെ എംഎൽഎമാർക്ക് ഒരു സാധ്യത ഉണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ഇവിടെ പല പരിപാടികളൊക്കെ ഇപ്പൊ മോഡിയൊക്കെ വന്ന് കാണിച്ചെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ കൂടെ കണ്ടു വല്ലവരും വല്ലതും ചെയ്താലായി. അല്ലെങ്കിൽ തമ്മിൽ ഭേദം നമുക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്, പുള്ളി നമുക്ക് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്ത് കളയും. പുതിയതായിട്ടൊന്നും ആവശ്യപ്പെടുന്നൊന്നും ഇല്ലാരും. ആളുകൾ അജുവിനെ തിരിച്ചറിയുന്നുണ്ടോ? ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട്. എല്ലാരും കൈയൊക്കെ കാണിക്കും ഇപ്പോ. അതെല്ലാം നേരത്തെ എന്റെ ആരാധകർ മാത്രമാണ് കാണിച്ചിരുന്നത്. ഇപ്പോ അല്ലാത്തവർ അറിഞ്ഞവരും കാണിക്കും. കാൻഡിഡേറ്റ് ആണെന്ന് അറിഞ്ഞ വാർത്ത വന്ന് കണ്ടവരില്ലേ, അവരൊക്കെ കാൻഡിഡേറ്റിനെ കൈ കാണിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ചെറിയ കളിയല്ല. ഒരു 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 സ്ഥാനാർത്ഥി പോകുന്നു. ചെറിയ കളിയല്ല. ഇഷ്ടപ്പെട്ടൂലേ? ഇതൊരു ചെറിയ കളിയാ. നമ്മൾ വിചാരിക്കുന്നില്ല MLAക്ക് അത്ര വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിൽ കൂടുതൽ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഗൾഫിലൊക്കെ ഉണ്ടാകുന്നപ്പോൾ ഒരുപാട് വർക്ക് ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട്. ചെവിയൊക്കെ ചൂടാകുന്ന അത്ര സ്ട്രെസ്ഫുൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നടന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഓഫീസ് എന്നെ സംബന്ധിച്ച് ഇതൊരു സിസ്റ്റം മാത്രമാണ്. സീരിയസ് ആയിട്ട് ഇനി കോടികളുടെ കണക്കൊന്നും ഒരു വിഷയമല്ല. നമുക്ക് ആ സിസ്റ്റത്തിന് വെറും നമ്പേഴ്സ് ഇതൊക്കെ മനസ്സിലാവും. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹമുണ്ടോ? ഇത് രാഷ്ട്രീയത്തിലോട്ടുള്ള ഇറക്കമല്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും വേണ്ട. ഇനി എന്തിനീ രാഷ്ട്രീയത്തിന്റെ ആവശ്യം എന്തുവാ? അങ്ങനെ രാഷ്ട്രീയത്തിലാണല്ലോ കേരളമൊക്കെ നിൽക്കുന്നത്, രാജ്യമൊക്കെ. അതൊക്കെ അങ്ങ് പോവും. ഇപ്പോ ഇതൊക്കെ കഴിയാൻ പോവാ. അത് എല്ലാം ഒന്നാകുന്ന അവസ്ഥ വരികയാണെന്നാണോ? ഒന്നാവുക. ഞാൻ പറയുന്നത് ഇക്വാളിറ്റി എന്ന് പറയുന്നത് പോസിബിൾ ആണ് ഇതിനകത്തൊക്കെ. ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റം, ഒന്ന് എഡ്യൂക്കേഷൻ, പിന്നെ ഒന്ന് ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനത്തിനകത്തും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ടങ്ങ് പോകും. മനസ്സിലായി? നാട്ടുകാർ സോൾവ് ചെയ്തോളും പ്രശ്നം. എല്ലാവർക്കും പല ഐഡിയാസ് ഉണ്ട്. പല കുഴപ്പങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി ഐഡിയാസ് കാണും. അതിനകത്ത് ഏറ്റവും നല്ലത് AI സെലക്ട് ചെയ്യും. പിന്നെ എയുടെ സജഷനോട് നമ്മൾ എടുക്കും. ഏത് 10 അവർ സെലക്ട് ചെയ്തു, ഇനി 10 ഇത്ര ഐഡിയാസ് കൊണ്ട് നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞത് വേണോ അതോ ഞാൻ പറഞ്ഞു വേണോ എന്നാണല്ലോ AI ചോദിക്കത്താണ്. അപ്പം AI നമ്മൾ പറയും ഇതാണ് നല്ലൊരു കണ്ടീഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു, അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്, ലാഭമാണ്, മറ്റേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് നടക്കും. ഞാൻ ചോദിക്കുന്ന കേട്ടോ, ഞാനിപ്പോൾ ഇത് പറയുന്ന കേട്ടവർക്ക് ഞാനെന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്തോത്ത് ഇത് ചെയ്യുന്നതാണ് അങ്ങനെ കരുതേണ്ട കാര്യമല്ല. ഞാനൊരു ആപ്പിൾ ഐഫോൺ മേടിച്ച് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ കറയുണ്ടോ മുടിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പറ്റിക്കരുത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴേ നമുക്കത് സാധനം. തൻ്റെ ഫോൺ ഇല്ലാത്ത ഒരാളാണ് ശരിക്കും കേരളത്തിൽ. ഇങ്ങനെ തിരുവല്ലയ്ക്കോ കേരളത്തിനോ ട്രാൻസ്പെറൻസി ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും, ഈസിയാണ്. അതിന് ഏതെങ്കിലും കമ്പനിയെ വിളിച്ച് നല്ലൊരു ആപ്പ് ഉണ്ടാക്കിയത്. ഈ സ്വിഗ്ഗി സൊമാറ്റോയുടെ അത്രയും ബിസിനസ് ഇല്ലെന്ന്. ഒരു ദിവസം അത്രയും ബിസിനസ് ഗവൺമെന്റിന് ഇല്ല കേരളത്തിൽ, അത് ഉറപ്പാണ്. അത് ഇത്രയും കോടി മനുഷ്യരൊക്കെ ഉണ്ടാകും, പക്ഷെ അത്രയും കോടിക്ക് ഒരേപോലെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പരിപാടിക്കകത്തോട്ട് ആകെ 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ എന്തെങ്കിലും ആവശ്യത്തിന്. അതുപോലെ അത് ജീവിതത്തിൽ 3 പ്രാവശ്യമാണ്. അപ്പോൾ പിന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും. എന്തായാലും അജുവിന്റെ ചിന്തകൾ ഇങ്ങനെ കുറെയാണ്. പ്രത്യേകിച്ച് ഭരണത്തിലടക്കമുണ്ടാകേണ്ട, സംവിധാനങ്ങളിൽ ഉണ്ടാകേണ്ടത് സുതാര്യതയെക്കുറിച്ചാണ് അജു പറഞ്ഞു വെക്കുന്നത്.
ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു വിഷയം കൂടിയായിട്ടാണ് അജു അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. തിരുവല്ലയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.